നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഞായറാഴ്ച വൈകുന്നേരം 4:41 അസമിലെ ഗുവാഹത്തിയിൽ 5.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇപ്പോൾ എല്ലാവരെയും ഒരുപോലെ ഭയത്തിലാക്കിയിരിക്കുകയാണ്. ഗുവാഹത്തിയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലാണ് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. മറ്റു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, വടക്കൻ ബംഗാൾ, നമ്മുടെ അയൽരാജ്യമായ ഭൂട്ടാൻ എന്നിവിടങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു. ഉദൽഗുരി, സോണിത്പൂർ, തമുൽപൂർ, നൽബാരി തുടങ്ങിയ അസമിലെ നിരവധി ജില്ലകളിലെ താമസക്കാർക്കും ഭൂചലനം അനുഭവപ്പെട്ടു. ഗുവാഹത്തിയിലെ വീടുകളിൽ നിന്ന് പരിഭ്രാന്തരായ ആളുകൾ പുറത്തേക്കോടി. അസമിലെ ഉദൽഗുരി ജില്ലയിലായിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഭൂകമ്പത്തിന്റെ ആഴം 5 കിലോമീറ്റർ ആണെന്നും അധികൃതർ പറഞ്ഞു. ഇതുവരെ ജീവഹാനിയോ മറ്റ് നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്ഥിതിഗതികൾ സർക്കാർ സജീവമായി നിരീക്ഷിച്ചു വരികയാണെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു. മണിപ്പൂരിന്റെയും അരുണാചൽ പ്രദേശിന്റെയും പടിഞ്ഞാറൻ ഭാഗങ്ങളിലെയും ജനങ്ങൾക്ക് ഭൂചലനം അനുഭവപ്പെട്ടു. അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറിൽ ആളുകൾ പരിഭ്രാന്തരായി വീടുകളിൽ നിന്നും കടകളിൽ നിന്നും പുറത്തേക്കോടി. വൈകുന്നേരം 4:41 ഉദൽഗുരി ജില്ലയിൽ 5.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതായി അസം സർക്കാർ ഉദ്യോഗസ്ഥർ പറഞ്ഞു. 5 കിലോമീറ്റർ ആഴത്തിൽ ഉദൽഗുരിയിലായിരുന്നു പ്രഭവ കേന്ദ്രം. മിനിറ്റുകൾക്ക് ശേഷം വൈകുന്നേരം 4:58 3.1 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനം അതേ ജില്ലയിൽ അനുഭവപ്പെട്ടു. 5:21 2.9 തീവ്രത രേഖപ്പെടുത്തിയ മൂന്നാമത്തെ ഭൂചലനം സോണിത്പൂരിൽ രേഖപ്പെടുത്തി. 3 ഭൂകമ്പങ്ങളും 5 കിലോമീറ്റർ ആഴത്തിലുണ്ടായി. ഇത് ഭൂമിയിൽ അനുഭവപ്പെട്ട തീവ്രതയും വർദ്ധിപ്പിച്ചു. ഉദ്യോഗസ്ഥരാണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആളുകൾക്ക് നാശനഷ്ടമോ സ്വത്തുക്കൾക്ക് നാശനഷ്ടമോ ഉണ്ടായതായി ഉടൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഭൂകമ്പത്തെക്കുറിച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ എക്സിൽ ട്വീറ്റ് ചെയ്തു. ഇന്ന് അസമിൽ 5.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. പ്രഭവ കേന്ദ്രം ഉദൽഗുരിക്ക് അടുത്തായിരുന്നു. ഇതുവരെ വലിയ നാശനഷ്ടങ്ങളോ ജീവഹാനിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ സ്ഥിതിഗതികൾ സജീവമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ മധ്യ അസമിലെ നിവാസികൾക്കിടയിൽ ഭയം പടർന്നിട്ടുണ്ട്. ഏതായാലും പിന്നീട് അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള ഭൂകമ്പങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീഷണികളോ ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും ജനങ്ങളൊക്കെ തന്നെ ഏറെ ഭയത്തിലാണ്. എത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും കൂടുതൽ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടില്ല.